കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് സീക്വൻസ് പഠിച്ചു. സീക്വൻസിന് എക്സാമ്പിൾസ് നോക്കി. nth ടേം a ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് 5 ടേംസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് ടേംസ് A17 A9 ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചു. നമ്മൾ nth ടേം തന്നിട്ടുണ്ടായിരുന്നു, an തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 5 ടേംസ് അല്ലെങ്കിൽ A17 A24 തുടങ്ങിയ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ടൈപ്പ് സീക്വൻസ് ആണ്. നിങ്ങൾ നേരത്തെ ഈ സീക്വൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആദ്യം നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ 2 4 6 8 2 4 6 8. നെക്സ്റ്റ് ടേം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 10 ആണ്, പിന്നെ 12 ആണ്, എക്സെട്ര ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഇസ് 4 മൈനസ് 2 ഈക്വൽ ടു 2. അതുപോലെ തന്നെ A4 മൈനസ് A3 കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ A3 മൈനസ് A2 കണ്ടുപിടിച്ചാൽ, ഇപ്പം ഞാൻ A3 മൈനസ് A2 കണ്ടുപിടിക്കുവാണ്. 6 മൈനസ് 4 2. A4 മൈനസ് A3, A4 എന്ന് പറയുമ്പോൾ 8 ആണ്, ഫോർത്ത് ടേം. A3 എന്ന് പറയുമ്പോൾ തേർഡ് ടേം. 8 മൈനസ് 6 ഈക്വൽ ടു 2. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ആ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ്. എല്ലാം സെയിം ആണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ഇവിടെ ഈക്വൽ ആണ്. അടുത്തൊരു സീക്വൻസ് നോക്കി. 6 മൈനസ് 3, ഈ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 6 മൈനസ് 3 is 3. Now A3 minus A2 is 3. 12 minus 9, that is A4 minus A3 is 3. ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ അടുത്ത സീക്വൻസ് ഒന്ന് നോക്കിയേ. മൈനസ് 3 മൈനസ് 1. A2 minus A1 is minus 3 minus minus 1 ആണ്. That is minus 3 plus 1 which is equal to minus 2. A3 minus A2 minus 5 minus minus 3 ആണ്. ഈ മൈനസ് മൈനസ് ചേർന്നിട്ട് പ്ലസ് ആകും. minus 5 plus 3 which is equal to minus 2. A3 minus A2 is minus 2. A4 minus A3 is minus 2. ഇപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ്, ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ മൈനസ് 2 ആണ്. അടുത്ത സീക്വൻസിൽ നോക്കിയേ, എന്താ ഇവിടെ ഡിഫറൻസ് വരുന്നത്? A2 minus A1 5. 11 minus 6 is 5. 16 minus 11 is 5. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത് 5 ആണ്. ഈ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് an+1ഉം an എടുത്തു കഴിഞ്ഞാൽ, nth ടേം ആണ് an, അതിന്റെ തൊട്ട് നെക്സ്റ്റ് വരുന്ന ടേം an+1th ടേം ആണ്. A10ഉം A11ഉം എഴുതുന്ന പോലെ, A5ഉം A6 എഴുതുന്ന പോലെ, ഇത് A6 ഇത് A5 അങ്ങനെ. ഓക്കെ, ആ രണ്ട് ടേംസിന്റെ ഡിഫറൻസ്, രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് D ആണ്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിഫറൻസ് ആയതുകൊണ്ട് നമ്മൾ ആ കോൺസ്റ്റന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് D വെച്ചിട്ടാണ്. അതിനെ പറയുന്നത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്. ഇതുപോലെ ഇരിക്കുന്ന സീക്വൻസിനെ നമ്മൾ വിളിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ്. arithmetic sequence or arithmetic progression. Arithmetic sequence or arithmetic progression. Okay, and the condition an+1 minus an equal to D, a common difference, a constant. D is a constant. an+1 minus an equal to a constant. That constant is denoted by D and is known as common difference. Now we denote the first term by A. First term is A and common difference is D. Okay, ഈ ടൈപ്പ് സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഓർ അരിത്മെറ്റിക് സീക്വൻസ്. ടേംസ് തമ്മിൽ, അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസ് തമ്മിൽ, കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ടൈപ്പ് സീക്വൻസിനെ നമ്മൾ വിളിക്കുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. എന്താ കണ്ടീഷൻ? an+1 minus an equal to D, a constant. That constant is known as common difference. Arithmetic progression. A sequence A1, A2, A3, etc. is called arithmetic sequence or arithmetic progression if an+1 minus an equal to D. an+1 minus an equal to D. Okay, A2 minus A1 കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് D കിട്ടും. സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ തേർഡ് ടേമിന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യണം.
അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. A1 is known as first term, D is known as common difference. Suppose first term of an AP is A and common difference is D. Common difference is equal to D. Then terms are, first term is A1 equal to A. Okay, first term is denoted by A1 equal to A. A2 equal to സെക്കൻഡ് ടേം കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഒരു സീക്വൻസ് ഇവിടെ എഴുതാം. 2, 4, 6, 8 എക്സെട്ര. നമുക്ക് അടുത്ത ടേം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഈ 2ൽ നിന്ന് 4 കിട്ടാൻ നമ്മൾ അവിടെ ചെയ്തത് ആഡ് ചെയ്തു, +2 ആഡ് ചെയ്തു. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തുകൊണ്ട് പോയാലേ 4 - 2 is 2. കോമൺ ഡിഫറൻസ് is 2. 2 + 2 is 4. 4 + 2 is 6. 6 + 2 is 8. 8 + 2 is 10. 10 + 2 is 12. ഇങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ടേംസ് കണ്ടുപിടിക്കുന്നത്. ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തുകൊണ്ട് പോകണം. ഫസ്റ്റ് ടേം 2 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേംസ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 3 ആയി കഴിഞ്ഞാൽ, ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ ആ സീക്വൻസിൻ്റെ ടേംസ് വരുന്നത് ഇതുപോലെയാണ്. ഫസ്റ്റ് ടേം 1, നെക്സ്റ്റ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 + 3 ചെയ്യണം. 1 + 3 is 4. അടുത്ത ടേം കിട്ടാൻ 4 + 3 7. നെക്സ്റ്റ് ടേം is 10. 10 + 3 13. 13 + 3 16 എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് ഡി. ഓക്കെ, ആദ്യത്തെ ടേം എ, സെക്കൻഡ് ടേം കിട്ടുന്നത് എ + ഡി ചെയ്യണം. ആ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമിനോട് ആഡ് ചെയ്യാം, എ + ഡി. പിന്നത്തെ ടേം കിട്ടുന്നത് എ + ഡി + ഡി ആണ്. എ + ഡിയുടെ കൂടെ 4 + 3 ആണ്. എ + ഡി + ഡി ആണ്. അതായത് എ + 2d ആണ്. ഇത് നമ്മുടെ തേർഡ് ടേം ആണ്. തേർഡ് ടേം ഇസ് എ + 2d. നെക്സ്റ്റ് ടേം A4 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് ടേമിൻ്റെ കൂടെ, ഇതാണ് തേർഡ് ടേം, അതിൻ്റെ കൂടെ ഒരു ഡി ചേർക്കണം. ഓക്കെ, +2 ചെയ്ത പോലെ തേർഡ് ടേമിൻ്റെ കൂടെ +d ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ + 3d ആണ്. A4 equal to A + 3d. So, when first term is A, common difference is D, A1, first term ni A1 ആയിട്ട് നമ്മൾ എടുക്കും. A1 equal to A. സെക്കൻഡ് ടേം A2 is A + D. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. തേർഡ് ടേം കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ടേം +d ആണ്. A + D + D ആണ്. ദാറ്റ് ഈസ് A + 2d. A3 is equal to A + 2d. A4 equal to A3 + D ആണ്. തേർഡ് ടേമിൻ്റെ കൂടെ D ആഡ് ചെയ്യണം. സോ A + 2d + D ആണ്. ദാറ്റ് ഈസ് A + 3d. അപ്പോൾ ടേംസ് എങ്ങനെയാണ് പോകുന്നത് നോക്കിക്കോളൂ. ഫസ്റ്റ് ടേം A1 is A, A2 is A + D, A3 is A + 2d, A4 is A + 3d. ഓക്കെ, ടേംസ് ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് A is the first term and D is the common difference of an AP, then terms of AP are A, A + D, A + 2D, A + 3D, etc. Okay, A + D, A + 2D, A + 3D, etc. അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? nth ടേം കണ്ടുപിടിക്കണം. എനിക്കിപ്പോൾ A10 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടേം A1 A ആണ്. സെക്കൻഡ് ടേം ഇവിടെ 2 വരുമ്പോൾ A + D ആണ്. A + 1 × D ആണ്. A3 വരുന്നത് A + 2D ആണ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 2 മാത്രമേ വരും. A4 വരുന്നത് A + 3D ആണ്. ഇവിടെ 4 വരുമ്പോൾ ഇവിടെ 3 ആയി, ഒന്ന് കുറയണം. അപ്പോൾ A10 എന്തായിരിക്കും? A + 9D. A + 9D, ഒന്ന് കുറയണം. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ വരുന്നത് 9 ആണ്. A20 equal to A + 90D. A51 equal to A + 50D. A + 50D. അങ്ങനെയാണെങ്കിൽ AN എന്തായിരിക്കും? A + n - 1D. A + n - 1D. ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. AN equal to A + n - 1D. ഓക്കെ, ഫസ്റ്റ് ടേം അറിയുന്നുണ്ടാകും, കോമൺ ഡിഫറൻസ് ഡിയും നമുക്ക് അറിയുന്നുണ്ടാകും. nth ടേം കണ്ടുപിടിക്കണം. ആ സീക്വൻസ് തന്നിട്ടുണ്ടാകും 1 3 5
7. ഈ സീക്വൻസ് തന്നിട്ടുണ്ടാകും. നമുക്ക് A20 കണ്ടുപിടിക്കണം. എങ്ങനെയാണ് A20 കണ്ടുപിടിക്കുന്നത്? 20ാമത്തെ ടേം കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ടേം നമുക്ക് പെട്ടെന്ന് കിട്ടും. 9 ആണ്, 11 ആണ്, അങ്ങനെ പോകും. എല്ലാം എഴുതേണ്ട ആവശ്യമില്ല. A20 നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? A20 ഈക്വൽ ടു ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. A പ്ലസ് 19D, A പ്ലസ് 19D, 1 പ്ലസ് 19 ഇൻറ്റു 2. ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്. 3 മൈനസ് 1 is 2. 19A plus 19 into 2 which is equal to 38 plus 1 which is equal to 39. Okay, 39. A20 equal to 39. ഇതാണ് നമ്മുടെ ഫോർമുല. nth term of an AP is A plus n minus 1D. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുല ആണ്. വളരെ ഈസിയാണ്. നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം A plus D, തേർഡ് ടേം A3 is A plus 2D, ഫോർത്ത് ടേം A plus 3D വന്നു. 4 വരുമ്പോൾ ഇവിടെ 3 ആ വരുന്നത്. ഒന്ന് കുറയണം. അപ്പോൾ AN അങ്ങനെ വരും. ഇവിടെ n മൈനസ് 1 വരണം. A20 എഴുതുമ്പോൾ ഇവിടെ 19 മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ 19 വരും. ഒന്ന് കുറയണം. AN ഈക്വൽ ടു A പ്ലസ് n മൈനസ് 1D. പഠിച്ചു വെച്ചേക്കണേ. nth term of an arithmetic progression with the first term A and common difference D is given by AN equal to A plus n minus 1D. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് sum of first n terms. Sum of first n terms of an AP. Sum of first n terms of an AP. Sum of first n terms is denoted by SN. SN ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? S sum എന്ന് പറയുമ്പോൾ n terms. n termsന്റെ സമ്മാണ്. ശ്രദ്ധിക്കണം, ഫസ്റ്റ് n termsന്റെ സമ്മ. എവിടെയെങ്കിലും ഇരിക്കുന്ന n termsന്റെ സമ്മല്ല, ഫസ്റ്റ് n termsന്റെ സമ്മാണ്. A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ്. അപ്പം നമുക്കറിയാം SN എന്ന് വെച്ചാൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ആണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഓക്കെ, എസ് മാത്രം എഴുതാം നമുക്ക്. എസ് കാരണം n ടേംസ് ആണ് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. എസ് ആയിട്ട് ഞാനിപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നു. എസ് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ AP. ഫസ്റ്റ് ടേം A ആണ്. APയുടെ ഫസ്റ്റ് ടേം A, ഫസ്റ്റ് ടേം ഇസ് A and common difference is D. So A1 is A, A2 is A plus D, A2 is A plus D. ഇവിടെ ഒരു ടേം A3 ഉണ്ടാകും. A3 is A plus 2D, A3 is A plus 2D, etc. ലാസ്റ്റ് ടേം A plus n minus 1D. ലാസ്റ്റ് ടേം എന്നും പറയാം. ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ടേമിനെ ലാസ്റ്റ് ടേം എന്നും പറയാം. അത് nth ടേം കൂടിയാണ്. A പ്ലസ് n മൈനസ് 1D. അപ്പോൾ എനിക്ക് സമ്മിനൊരു ഫോർമുല വേണം. അതിന് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ഇവിടെ ഞാൻ എഴുതിയത് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN, അങ്ങനെ ആ ഓർഡറിൽ എഴുതി. അടുത്ത റോവിൽ ഞാൻ എഴുതാൻ പോകുന്നത് നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ടേം A, nth ടേം ആദ്യം എഴുതും. ഓക്കെ, ഇപ്പോൾ എഴുതിയത് നേരെ തിരിച്ചാണ് എഴുതാൻ പോകുന്നത്. ഈ nth ടേം കൊണ്ടുവന്നിട്ട് ആദ്യം എഴുതും. അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്ന ഈ nth ടേമിൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെ ഒരു ടേം ഉണ്ട്. A പ്ലസ് n മൈനസ് 2D ആണത്. A പ്ലസ് n മൈനസ് 2D ആണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെ A പ്ലസ് 2D ഉണ്ട്. തൊട്ട് ബാക്കിൽ വരുന്നത് A പ്ലസ് D ആണ്. 2Dയിൽ നിന്ന് ഒരു D കുറക്കണം. A പ്ലസ് D മാത്രമേ ഉണ്ടാകൂ. ഓക്കെ, അതുപോലെ A പ്ലസ് n മൈനസ് ഡിയുടെ തൊട്ട് ബാക്കിൽ വരുന്നത് ഇത് nth ടേം ആണ്. തൊട്ട് ബാക്കിൽ n മൈനസ് 1th ടേം ഉണ്ടാകും. n മൈനസ് 1 വരുമ്പോൾ ഇവിടെ n മൈനസ് 2 വരും. ഒന്നും കൂടി കുറക്കണം. n മൈനസ് 1 മൈനസ് 1 ആണ് n മൈനസ് 2. അതിൻ്റെ അപ്പുറത്ത് വരുന്ന ടേം എന്ന് പറയുമ്പോൾ A പ്ലസ് n മൈനസ് 3D ആണ്. ഇത് n മൈനസ് 2th ടേം ആണ്. nth ടേം, n മൈനസ് 1th ടേം, n മൈനസ് 2th ടേം, ഇങ്ങനെ പോയിട്ട് അവസാനം എനിക്ക് A കിട്ടും. ഓക്കെ, ഞാൻ ചെയ്തത് ആദ്യത്തെ എസ്സിൽ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN എഴുതി. രണ്ടാമത് എസ് എഴുതുമ്പോൾ എന്ത് ചെയ്തി? നേരെ തിരിച്ചെഴുതി. nth ടേം, n മൈനസ് 1th ടേം, എക്സെട്ര ഫസ്റ്റ് ടേം എഴുതി. സംശയം ഉണ്ടെന്ന് ചോദിക്കണേ. നേരെ തിരിച്ചെഴുതിയേ ഉള്ളൂ. ആദ്യത്തെ എസ്സിൽ A1 A2 എക്സെട്ര AN എഴുതി. രണ്ടാമത്തെ എസ്സിൽ AN എക്സെട്ര AN എഴുതി. ഓക്കെ, നേരെ തിരിച്ചാണ് എഴുതിയത്. ഇനി ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യാൻ പോവാണ്. S പ്ലസ് S 2S എന്ന് കിട്ടും. RHS 2S എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഈ ഫസ്റ്റ് ടേമും ഈ nth ടേം, ഈ രണ്ട് ടേംസ് ആണ് ആഡ് ചെയ്യേണ്ടത്. എയും പിന്നെ ഈ nth ടേമാണ് ആഡ് ചെയ്യേണ്ടത്.
എയും എയും ആഡ് ചെയ്താൽ എ പ്ലസ് എ 2a എന്ന് കിട്ടും. 2a പ്ലസ് n മൈനസ് 1d എന്ന് കിട്ടും. ഫസ്റ്റ് ടേമും nth ടേമും ആഡ് ചെയ്തു. ഇനി അടുത്തത് ഈ രണ്ട് ടേംസ് ആഡ് ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ എ പ്ലസ് ഡി ഉണ്ട്, ഇവിടെ എ പ്ലസ് n മൈനസ് 2d ഉണ്ട്. എ പ്ലസ് എ 2a എന്ന് കിട്ടും. ഇവിടെ ഒരു ഡി ഉണ്ട്, അതിൻ്റെ കൂടെ n മൈനസ് 2 ഇൻറ്റു ഡി ആഡ് ചെയ്യണം. അതായത് എൻ ഡി മൈനസ് 2d, എൻ ഡി മൈനസ് 2d വരും. ഓക്കെ, ഡി പുറത്തായിരിക്കുന്നേ, അത് എൻ ഡി മൈനസ് 2d ആണ്. പ്ലസ് ഒരു ഡി ചേർക്കും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടേം nth ടേം ആഡ് ചെയ്തു. എ പ്ലസ് എ 2a പ്ലസ് n മൈനസ് 1d കിട്ടും. ഈ സെക്കൻഡ് ടേമും n മൈനസ് 1th ടേം ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എ 2a എന്ന് വരും. ഡി പ്ലസ് എൻ ഡി മൈനസ് 2d, എൻ ഡി മൈനസ് 2d പ്ലസ് ഡി, ദാറ്റ് ഇസ് എൻ ഡി മൈനസ് 2d പ്ലസ് ഡി മൈനസ് ഡി വരും. അതായത് n മൈനസ് 1d എന്ന് വരും. n മൈനസ് 1d. ഇപ്പോൾ ഇവിടെയും നമുക്ക് n മൈനസ് 1d എന്ന് കിട്ടും. അടുത്ത ടേം ആഡ് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടുന്നേ. എ പ്ലസ് എ 2a വരും. 2d പ്ലസ് എൻ ഡി മൈനസ് 3d. അപ്പോൾ എൻ ഡി മൈനസ് ഡി എന്ന് കിട്ടും. അതായത് n മൈനസ് 1d തന്നെ കിട്ടും. ഇനി ലാസ്റ്റ് എഴുതിയ ടേംസ് ഉണ്ടല്ലോ, ആ രണ്ട് ടേംസ് ഒന്ന് മനസ്സിൽ ആഡ് ചെയ്തേ നോക്കിയേ. എക്സെട്ര പ്ലസ് എ പ്ലസ് എ 2a, ഇതിൻ്റെ കൂടെ ഈ എ ആഡ് ചെയ്യണം. എ പ്ലസ് എ 2a വരും. പ്ലസ് n മൈനസ് 1d എന്ന് വരും. ഇപ്പോൾ എല്ലാ ടേംസിൻ്റെ സമ്മ് 2a പ്ലസ് n മൈനസ് 1d ആണ്. ഇനി ഈ എസ്സിൽ n ടേംസ് ഉണ്ട്. a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an, nth ടേം വരെയാണ് നമ്മൾ എഴുതിയത്. അതുകൊണ്ട് അതിൽ n ടേംസ് ഉണ്ട്. ഈ ഇതുപോലെ ഇരിക്കുന്ന ടേംസ് n ടേംസ് ആണുള്ളത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? n ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1d എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ 5 പ്ലസ് 5 എഴുതുന്നതിന് പകരം 5 പ്ലസ് 5 എഴുതുന്നതിന് പകരം 2 ഇൻറ്റു 5 എന്ന് എഴുതുന്നില്ലേ? 5 പ്ലസ് 5 പ്ലസ് 5 എന്ന് എഴുതുന്നതിന് പകരം 3 ഇൻറ്റു 5 എന്ന് എഴുതാം. അതേപോലെയാണ് 2a പ്ലസ് n മൈനസ് 1d പ്ലസ് 2a പ്ലസ് n മൈനസ് 1d. അങ്ങനെ n പ്രാവശ്യം ഉണ്ട് ഇത്. അപ്പോൾ n പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1d. ഇത് 2s ആണ്. 2sൻ്റെ വാല്യൂ അതാണ്. സോ s ഇസ് ഈക്വൽ ടു n ബൈ 2 2a പ്ലസ് n മൈനസ് 1d. n ബൈ 2 ഇൻറ്റു, ഓക്കെ, ഈ 2നെ ഇപ്പുറത്തേക്ക് എടുത്തു. ഓർ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 2. s is equal to n by 2 2a plus n minus 1d. This is the formula for sum of first n terms of an EP. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Sum of first n terms of an EP with the first term a, common difference d is given by s is equal to n by 2 2a plus n minus 1d. ഓക്കെ, a പ്ലസ് ഡി, എ പ്ലസ് 2d എക്സെട്ര എ പ്ലസ് n മൈനസ് 1d. ഇതാണ് n ടേംസ്. ഇപ്പോൾ സം എന്ന് പറയുമ്പോൾ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് an. ഞാൻ രണ്ടാമത്തെ എസ് തിരിച്ച് എഴുതി. nth ടേം ആദ്യം എഴുതി, പിന്നെ n മൈനസ് 1th ടേം, n മൈനസ് 2th ടേം, അവസാനം ഫസ്റ്റ് ടേം എഴുതി. എന്നിട്ട് ഈ രണ്ട് എസിനെ ആഡ് ചെയ്തു, 2s കിട്ടി. ഓരോ ടേം ആഡ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടേമും nth ടേമും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 2a പ്ലസ് n മൈനസ് 1d കിട്ടും. സെക്കൻഡ് ടേമും n മൈനസ് 1th ടേമും ആഡ് ചെയ്യുമ്പോൾ 2a പ്ലസ് n മൈനസ് 1d കിട്ടും. അങ്ങനെ ലാസ്റ്റ് nth ടേമും ഇവിടുത്തെ ഈ ഫസ്റ്റ് ടേമും ആഡ് ചെയ്യുമ്പോൾ 2a പ്ലസ് n മൈനസ് 1d കിട്ടും. എല്ലാം സെയിം ടേംസ് ആണ്. അത് n ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് n ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1d. ഇത് 2s ആണ്. അപ്പോൾ s എന്ത് വരും? ഡിവൈഡിങ് ബൈ 2 വി ഗെറ്റ് s is equal to n by 2 2a പ്ലസ് n മൈനസ് 1d. അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ. s is equal to n by 2, ഈ 2aക്ക് പകരം ഞാൻ അതിനെ a എന്ന് എഴുതി, a പ്ലസ് n മൈനസ് 1d എന്ന് എടുത്തു. ഇവിടെ ഇരിക്കുന്ന ഈ 2aനെ a പ്ലസ് c എന്ന് എഴുതും. 2aനെ a പ്ലസ് c എന്ന് എഴുതും. ബാക്കി ഇരിക്കുന്നത് n മൈനസ് 1d ആണ്. ഓക്കെ, n by 2 2a പ്ലസ് n മൈനസ് 1d എന്നുണ്ട്. ഈ 2aനെ a പ്ലസ് c എന്ന് എഴുതി. സോ n by 2 a എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്, a1 ആണ്. ഇനി a പ്ലസ് n മൈനസ് 1d എന്ന് പറയുന്നത് nth ടേം ആണ്. ഇങ്ങനെയും സമ്മ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും nth ടേമും അറിയാമെങ്കിൽ, ഫസ്റ്റ് ടേമും nth ടേമും അറിയാമെങ്കിൽ സമ്മ് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ഇക്വേഷനാണിത്. n by 2 നമ്പർ ഓഫ് ടേംസ് അറിയണം. ആ സീരീസിലിരിക്കുന്ന നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് വരെ ആഡ് ചെയ്യണം ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. n അറിയണം,
പിന്നെ ഫസ്റ്റ് ടേമും nth ടേമും അറിയണം. n/2 a1 പ്ലസ് an. ഇതിനെ ചിലപ്പോൾ ഇങ്ങനെയും എഴുതി കാണാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് എൽ എന്ന് എഴുതാറുണ്ട്, എ പ്ലസ് എൽ എന്നും എഴുതാറുണ്ട്. n/2 a പ്ലസ് എൽ അല്ലെങ്കിൽ n/2 a1, n/2 a1 പ്ലസ് എൽ. എൽ ഇസ് ദ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം നമ്മുടെ nth ടേം തന്നെയാണ്, an is l. ഓക്കെ, ഇങ്ങനെയും ചിലപ്പോൾ ഇക്വേഷൻ കാണാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ തന്നെ പഠിച്ചു വെച്ചാൽ മതി. Sum of n terms of an AP is given by s equal to n/2 2a plus n minus 1d or s equal to n/2 a plus an. First term plus last term. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് arithmetic mean. Arithmetic mean. Now consider two terms 2 and 8. 2 and 8. Arithmetic mean of 2 and 8, which is denoted by am, arithmetic mean, which is a number such that 2 am 8 forms an AP, forms an arithmetic progression. Arithmetic mean of two numbers a and b is a number such that 2 am 8 forms an AP. ഇത് മൂന്നും ചേർന്നിട്ട് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ കിട്ടണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എയും സി എന്ന് പറഞ്ഞ രണ്ട് നമ്പർ ഉണ്ട്. ആ രണ്ട് നമ്പറിന്റെ അരിത്മെറ്റിക് മീൻ ബി ആണെങ്കിൽ, ഈ രണ്ട് നമ്പറിന്റെ അരിത്മെറ്റിക് മീൻ ബി ആണെങ്കിൽ ഈ എ ബി സി ചേർന്നിട്ട് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കണം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കണം. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 2 + 8 ആഡ് ചെയ്യാം, ഈ രണ്ട് നമ്പേഴ്സ് തന്ന നമ്പേഴ്സ് ആഡ് ചെയ്യാം, /2 ചെയ്യാം, 10/2 5 കിട്ടും. ഇങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. എ സിയുടെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം, /2 ചെയ്യാം. അപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഓക്കെ, ഇവിടെ 5 കിട്ടിയ പോലെ 2 + 8 /2 ചെയ്യാം. അപ്പോൾ നോക്കിയേ, 2 5 8 ഈ നമ്പേഴ്സ് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തേ. 2 5 8 ഈ തമ്മിലുള്ള ഡിഫറൻസ് 5 - 2 is 3. ഇവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ? 8 - 5 എന്താ? 3 തന്നെയാണ്. 2 5 8 is an AP. ഇതുപോലെ കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 5നെ നമ്മൾ വിളിക്കുന്നത് അരിത്മെറ്റിക് മീൻ. വളരെ ഈസിയാണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ. എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പേഴ്സ് അരിത്മെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി, അരിത്മെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി is equal to a plus b/2. രണ്ട് നമ്പർ ആഡ് ചെയ്യുക, 2 + 8 /2 ചെയ്യാം. a plus b /2 ചെയ്ത് കഴിഞ്ഞാൽ അരിത്മെറ്റിക് മീൻ കിട്ടും. അരിത്മെറ്റിക് മീൻ, if a b c are in arithmetic progression, then b, the middle term b is called the arithmetic mean between a and c, and it is denoted by am. Arithmetic mean between a and b is a plus b/2. അപ്പോൾ നിങ്ങൾ എ ബി സി 3 ടേംസ് മനസ്സിൽ കാണണ്ട, രണ്ട് ടേംസ് കണ്ടാൽ മതി. രണ്ട് നമ്പർ തന്നു, എയും ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പർ തന്നാൽ അതിൻ്റെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എയും ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി is equal to am equal to a plus b/2. Okay, arithmetic mean between 4 and 16. What is arithmetic mean between 4 and 16? Arithmetic mean equal to 4 plus 16 divided by 2. That is 20 divided by 2, which is equal to 10. ഇങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. വളരെ ഈസിയാണ്. രണ്ട് നമ്പേഴ്സ് തന്നാൽ അതിൻ്റെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പർ ആഡ് ചെയ്യാം, /2 ചെയ്യാം, a plus b/2. അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇത്ര കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ പറയുന്ന സമയത്ത് ഫസ്റ്റ് ടേം എ, കോമൺ ഡിഫറൻസ് ഡി, nth ടേം a plus n minus 1d, സം ഓഫ് n ടേംസ് n/2 2a plus n minus 1d. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാനിവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന രണ്ട് പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എക്സസൈസ് 9.2 ഒരു 10 പ്രോബ്ലംസും കൂടി ചെയ്യാം. ഓക്കെ, അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ വളരെ ഈസി ആയ പ്രോബ്ലംസ് ആണ്. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. കൺസിഡർ ആൻ എ പി ഹൂസ് nth ടേം is 2n plus 1. Write its first two terms. Find its common difference. Find the sum of first 10 terms.
അപ്പം എന്തൊക്കെ കണ്ടുപിടിക്കണം? എന്താ തന്നിരിക്കുന്നേ? nth ടേം തന്നിട്ടുണ്ട്. 2n+1 ആണ് nth ടേം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ പ്രോബ്ലത്തിൽ റൈറ്റ് ഇറ്റ്സ് ഫസ്റ്റ് 2 ടേംസ്. സെക്കൻഡ് പ്രോബ്ലം ഫൈൻഡ് കോമൺ ഡിഫറൻസ്. തേർഡ് വൺ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. Given nth term an equal to 2n+1. Okay, nth term is an equal to 2n+1. First we have to find two terms a1 and a2. a1 കണ്ടുപിടിക്കണം, a2 കണ്ടുപിടിക്കണം. a1 കണ്ടുപിടിക്കാൻ ഈ n ഉള്ള സ്ഥലത്ത് 1 കൊടുക്കാം. Okay, put n equal to 1. 2 into 1 plus 1. 2 plus 1 which is equal to 3. To find a2, put n equal to 2 in nth term. a2 equal to 2 into 2 plus 1 which is equal to 5. So second term is 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് പ്രോബ്ലത്തിൽ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് d is equal to a2 minus a1. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 5 minus 3 which is equal to 2. കോമൺ ഡിഫറൻസ് is 2. ഇനി മൂന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് S10 ആണ്. S10. Sum of first 10 terms. We have Sn equal to n by 2 2a plus n minus 1d. n by 2 2a plus n minus 1d. So S10 equal to n ഉള്ള സ്ഥലത്ത് 10 ആ ഇരിക്കുന്നത്. 10 by 2. Okay, nth ടേം വരെ പോയി കഴിഞ്ഞാൽ Sn ആണ്. 10 വരെ ടേംസിന്റെ സം ആണ് S10. So n is equal to 10. അപ്പോൾ n ഉള്ള സ്ഥലത്ത് നമ്മൾ 10 എഴുതണം. 10 by 2, 2 into a. a എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആണ്. a is equal to ഫസ്റ്റ് ടേം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 ആണ്. ഫസ്റ്റ് ടേം is 3. ഡിയും നമ്മൾ കണ്ടുപിടിച്ചു. d is equal to 2. എയും ഡിയും നമുക്കറിയാം. ഈ എയും ഈ ഡിയും അറിയാം. അതും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 into a, 2 into 3. എന്നിൻ്റെ വാല്യൂ 10 ആണ്. 10 minus 1. ഡിയുടെ വാല്യൂ 2 ആണ്. ആ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n is 10, a is 3, d is 2. ആ വാല്യൂസ് ഇതിൽ കൊടുത്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. 10 by 2 5. ഇത് നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് വെക്കാം. 10 by 2 5 ആണ്. 2 into 3 is 6 പ്ലസ് ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. 10 minus 1 is 9. 9 into 2 വരും. ഓക്കെ, 9 into 2 which is equal to 5 into 6 plus 9 into 2 is 18. So 5 into 18, 20, 24. 5 into 24 which is equal to, and the answer is 120. 5 into 24 is 120. So S10 is equal to 120. n into n plus 1 divided by 2 ആ ഇക്വേഷൻ ആവില്ലേ? n into n plus 1 divided by 2 എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര n വരെയുള്ള ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. അവിടെ d എന്ന് വെച്ചാൽ 1 ആണ്, a എന്ന് വെച്ചാൽ 1 ആണ്. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസും 1 തന്നെയാണ്. ഫസ്റ്റ് ടേം a is 1, കോമൺ ഡിഫറൻസ് is 1. അപ്പോൾ Sn എന്ന് പറയുന്നത് n by 2 2a plus n minus 1d. ഇതാണ് നമ്മുടെ എ പിയുടെ. ഇത് എ പി ആണ് വരും. ഓക്കെ, ഇതും എ പി ആണ്. കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ n by 2 എന്ന് വരും. 2 into a 1 ആണ്. 2 വരും. n minus 1 ഡിയുടെ വാല്യൂ 1 ആണ്. സോ n by 2 2 plus n minus 1. 2 plus n minus 1. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 minus 1 വരും. 2 minus 1 is 1. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിട്ടുന്നത് n plus 1 ആണ്. ഒരു n ഉണ്ട്. 2 minus 1. 2 minus 1 is 1. അപ്പോൾ നമുക്ക് n plus 1 കിട്ടും. അതായത് n into n plus 1 divided by 2 എന്ന് കിട്ടും. എ പി ആയതുകൊണ്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. n into n plus 1 by 2. ഇതൊരു എ പി ആണ്. ഓക്കെ, ഇതൊരു എ പി ആണ്. a ഈക്വൽ ടു 1, d ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാ അരിത്മെറ്റിക് പ്രോഗ്രഷനും ഉപയോഗിക്കാം. ഇതൊരു പെർട്ടിക്കുലർ കേസ് ആണ്. ഒരു എ പി ആണത്. ഓക്കെ, ഈ ടൈപ്പ് നമുക്ക് ഏത് എ പിക്കും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് ടേം ഡിഫറെൻറ്റ് ടേം എടുക്കാം. കോമൺ ഡിഫറൻസും ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കാം. അപ്പോൾ കിട്ടുന്ന Sn ആണ് n by 2 2a plus n minus 1d. ഓക്കെ, now second problem. The kth term of an AP is 4k plus 1. Write the first term and common difference. Second one, find the sum of the first 25 terms of this AP. Kth term തന്നിട്ടുണ്ട്. Kth term of an AP is 4k plus 1. Kth term തന്നിട്ടുണ്ട്. nth ടേമിന് പകരം kth ടേം തന്നേ ഉള്ളൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. nth ടേം തന്നാലും നമ്മൾ കണ്ടുപിടിക്കും. kth ടേം തന്നാലും സിമിലർ
സ്റ്റെപ്സ് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എ കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് 25 ടേംസ്, ഫസ്റ്റ് 25 ടേംസ് എസ് 25 കണ്ടുപിടിക്കണം. kth term is denoted by ak which is equal to 4k plus 1, 4k plus 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം, a1 കണ്ടുപിടിക്കാം. k ഉള്ള സ്ഥലത്ത് 1 കൊടുത്താൽ മതി. 4 into 1 plus 1. Okay, when k is equal to 1, we get a1. Put k equal to 1. 4 into 1 plus 1. 4 plus 1 is 5. So first term is 5. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം വേണം. സോ പുട്ട് k equal to 2. When k is equal to 2, we get a2. 4 into 2 plus 1, that is 8 plus 1, which is equal to 9. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് d കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ d കണ്ടുപിടിക്കുന്നത് d is equal to a2 minus a1. a2 is 9, a1 is 5, 9 minus 5 is 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഫസ്റ്റ് ടേം is 5, കോമൺ ഡിഫറൻസ് is 4. ഓക്കെ, ഫസ്റ്റ് ടേം is 5, കോമൺ ഡിഫറൻസ് is 4. ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് S25 ആണ്. സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. We know that Sn equal to n by 2 2a plus n minus 1d. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അവിടെ എഴുതി വെക്കണം. ഓക്കെ, ഹിയർ n is 25. So 25 by 2, 2 into a is equal to 5. So 2 into 5 plus n minus 1, n is 25. 25 minus 1, d is 4. ഈ ഇക്വേഷൻ്റെ അകത്ത് n ഉള്ള സ്ഥലത്ത് 25 കൊടുക്കണം, a ഉള്ള സ്ഥലത്ത് 5 കൊടുക്കണം, d ഉള്ള സ്ഥലത്ത് 4 കൊടുക്കണം. ഇതാണ് നമ്മളെ വാല്യൂസ്. n is 25, 25 by 2, 2 into a, 2 into 5 plus n minus 1, 25 minus 1 into d, d is 4. ഇതാണ്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറിലേക്ക് എത്താം. 25 by 2, 2 into 5, 2 into 5 is 10. ഇവിടെ ഒരു 24 വരും, into 4 വരും. നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരു 2 പുറത്തേക്ക് വെക്കാം. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 24 into 4 ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. 5 plus 24 into 2 വരും. ഓക്കെ, ഇവിടുന്ന് ഒരു മാത്രമേ 2 എടുക്കാൻ പാടുള്ളൂ, രണ്ടും 2 എടുത്തേക്കരുത്. ഫസ്റ്റ് ടേം 5, ഇത് സെക്കൻഡ് ടേം ആണ്, അവിടെ നിന്ന് ഒരു 2 പുറത്തേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. 25, 5 പ്ലസ് 24 into 2 48 എന്ന് വരും. 25 into 48 plus 5, which is 53. 25 into 53, which is equal to 1325. കാൽക്കുലേറ്റർ വെച്ചിട്ട് കണ്ടുപിടിച്ചോളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.2 പ്രോബ്ലംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, find the sum of odd integers from 1 to 2001. Sum of odd integers from 1 to 2001. ഇപ്പോൾ 1 മുതൽ 2001 വരെയില്ല ഓഡ് ഇൻറ്റീജേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഓഡ് ഇൻറ്റീജർ ഏതാ? 1ന് ശേഷം വരുന്ന ഓഡ് ഇൻറ്റീജർ 3, പിന്നെ 5 വരും, പിന്നെ 7 വരും, 9 വരും, എക്സെട്ര. ലാസ്റ്റ് ടേം ആണ് നമ്മുടെ ലാസ്റ്റ് ടേം ആണ് 2001. അതിനപ്പുറത്തേക്ക് ഓഡ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് 2001. ഈ ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1 plus 3 plus 5 plus 7 plus എക്സെട്ര പ്ലസ് 2001. അപ്പോൾ നമ്മൾ ഈ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? സമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്. Sn equal to n by 2, 2a plus n minus 1d. ഇതാണ് സമ്മ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. a നമുക്കറിയാം. a is equal to 1. ഫസ്റ്റ് ടേം 1 ആണ്. ഇനി കോമൺ ഡിഫറൻസ് d അറിയണം. d കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. 3 minus 1 equal to 2. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. ഫസ്റ്റ് ടേം is 1, കോമൺ ഡിഫറൻസ് is 2. 2 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിച്ചത്. കോമൺ ഡിഫറൻസ് is 2. ഇനി നമുക്ക് എന്താ വേണ്ടത്? n വേണം. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് അതും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ n by 2 a plus l ഇതും അപ്ലൈ ചെയ്യാം. a plus an. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അതും അപ്ലൈ ചെയ്യാം. അങ്ങനെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് n വേണം. ഓക്കെ, രണ്ടും സെയിം ഇക്വേഷനാണ്.
ഇതന്നെ അപ്ലൈ ചെയ്താൽ മതി. ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ പഠിച്ചിട്ട് അതന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ n കണ്ടുപിടിച്ചേ പറ്റൂ. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ലാസ്റ്റ് ടേമിനെ an, nth ടേം, ലാസ്റ്റ് ടേം nth ടേം ആണ്, അതിനെ an ആയിട്ട് എടുക്കും നമ്മൾ. ലാസ്റ്റ് ടേം ഇസ് nth ടേം ഇസ് 2001. ഇനി നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ a പ്ലസ് n-1d. ഇതാണ് nth ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഒരു എ പിയുടെ nth ടേം an ഈക്വൽ ടു a പ്ലസ് n-1d ആണ്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. an is a പ്ലസ് n-1d. ഇനി എയുടെ വാല്യൂ 1 കൊടുക്കാം. n നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. d2 ആണ്, d അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ 1 എഴുതി, ഡിയുടെ വാല്യൂ 2 എഴുതി, ബാക്കി എന്തൊക്കെയുണ്ട് അത് അതുപോലെ എഴുതി. സോ 1 പ്ലസ് n-1 into 2 is 2n minus 2 equal to 2001. 1 minus 2 വരും, 1 minus 2 is minus 1. 2n minus 1 equal to 2001. This implies 2n equal to 2001. ഈ മൈനസ് 1നെ RHSലേക്ക് എടുത്തു, അത് ഇവിടെ വരുമ്പോൾ പ്ലസ് 1 ആകും. ഈ മൈനസ് 1നെ RHSലേക്ക് എടുക്കണം. 2n equal to 2001 plus 1 which is equal to 2002. So n is equal to 2002 divided by 2 which is equal to 1001. ഇതാണ് നമ്മുടെ n. അതായത് 1 മുതൽ 2001 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1001 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. എത്ര നമ്പേഴ്സ് ഉണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്, n ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Sn കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് Sn കണ്ടുപിടിക്കാം. Sn ഈക്വൽ ടു n ബൈ 2 2a പ്ലസ് n-1d. a is 1, d is 2, n ഈക്വൽ ടു 1001. ഇത്രയും വാല്യൂസ് നമുക്കറിയാം. സോ 1001 ബൈ 2, 2 into 1 plus n is 1001 minus 1, d is 2. Okay, so 1001 by 2, 2 plus ഇവിടെ 1000 വരും, 1 മൈനസ് ചെയ്യുമ്പോൾ 1000 വരും, into 2 ഉണ്ട്, 1001 ഡിവൈഡ് ബൈ 2. ഇവിടെ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് പുറത്ത് വെക്കാം, 1 പ്ലസ് 1000 എന്ന് വരും. ഓക്കെ, 1 പ്ലസ് 1000, ഈ 2 കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. സെക്കൻഡ് ടേമിന് ഈ 2 പുറത്തേക്ക് വെച്ചു. സോ 2 ഇൻറ്റു 1 പ്ലസ് 1000. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. 1001 ഇൻറ്റു 1000 പ്ലസ് 1 വിച്ച് ഇസ് 1001. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. 1002,001. ഇതാണ് ആൻസർ. സെക്കൻഡ് വൺ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 which are multiples of 5. Okay, multiples of 5. Which are multiples of 5? 5, 10, 15, 20, 25 etc. are multiples of 5. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് എവിടത്തും വരെയില്ലതാ, 100 മുതൽ 1000 വരെയില്ല. അതിൻ്റെ ഇടക്ക് വരുന്ന മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ് എടുക്കേണ്ടത്. 100ന് ശേഷം 1000ന് താഴെ വരുന്ന മൾട്ടിപ്പിൾസ് ഓഫ് 5 എടുക്കണം. അപ്പോൾ 100ന് തൊട്ട് നെക്സ്റ്റ് വരുന്ന, 100ന് തൊട്ട് അപ്പുറത്ത് വരുന്ന ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ 105 ആണ്. 1000ന് തൊട്ട് താഴെ വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 5 ഏതാ? 1000നെക്കാളും ചെറുതാവണം. തൊട്ട് താഴെ വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 5 ഏതാ? 995. ലാസ്റ്റ് നമ്പർ 995 ആണ്. ഓക്കെ, 1000ന് തൊട്ട് താഴെ വരുന്ന മൾട്ടിപ്പിൾ ഓഫ് 5 ഇസ് 995. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ, നമ്മുടെ AP എന്ന് പറയുന്നത് 105, 110, 115 എക്സെട്ര 995. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സം ഓഫ് ദീസ് നമ്പേഴ്സ്, സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000. അതായത് ഈ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം, Sn കണ്ടുപിടിക്കണം. Snൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, n/2 2a പ്ലസ് n-1d. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? സം കണ്ടുപിടിക്കാൻ നമുക്ക് a അറിയണം, d അറിയണം, n അറിയണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം. a നമുക്കറിയാം 105 ആണ്, ഡിയും നമുക്കറിയാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. 110 മൈനസ് 105 5 ആണ്. 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടും. കോമൺ ഡിഫറൻസ് ഇസ് 5. ഇനി നമ്മൾ എന്നും കൂടി കണ്ടുപിടിക്കണം. n എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ലാസ്റ്റ് ടേം, അതായത് അത് nth ടേം ആണ്. n ഈക്വൽ ടു
995. ഇനി nth ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഡി, അതായത് ഇവിടെ a പ്ലസ് n മൈനസ് 1 ഡി ആണ് നമ്മുടെ ഈ 995 എന്ന് പറയുന്നത്. nth ടേം ആണത്. nth ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് n മൈനസ് 1 ഡി ആണ്. അതിൽ എയുടെ വാല്യൂ കൊടുക്കുക 105 ആണ്. n മൈനസ് 1 ഇൻറ്റു ഡി, ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 995 എന്ന് കിട്ടും. സോ n മൈനസ് 1 ഇൻറ്റു 5 ഈക്വൽ ടു 995 മൈനസ് 105. ഈ നമ്പറിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന 105നെ RHSലേക്ക് എടുക്കണം. ഇവിടെ അത് പോസിറ്റീവ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആകും. അപ്പോൾ അവിടെ അത് മൈനസ് ചെയ്താൽ 098 വരും അല്ലേ? 098,890 എന്ന് വന്നു. അതായത് n മൈനസ് 1 ഇൻറ്റു 5 ആണ് 890. ദാറ്റ് ഈസ് 5n മൈനസ് 5 ഈക്വൽ ടു 890. സോ 5n ഈക്വൽ ടു 890 പ്ലസ് 5 which is equal to 895. So n is equal to 895 divided by 5 which is equal to 139, 7 വരും, 45 വരും, 9 വരും, 179 വരും. So n is equal to 179. ഇത് വേറെ വേറെ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. a plus n minus 1d 105 plus n minus 1 into 5 equal to 995. ആദ്യം ഞാൻ ഈ നമ്പറിനെ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആകും, മൈനസ് 105 ആകും. മൈനസ് ചെയ്യുമ്പോൾ 890 എന്ന് കിട്ടി. അതായത് n മൈനസ് 1 ഇൻറ്റു 5 ഇസ് 890. 5n മൈനസ് 5 ഈക്വൽ ടു 890. സോ ഈ മൈനസ് 5 ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, അത് പ്ലസ് 5 ആകും. 890 പ്ലസ് 5 895 ആയി. സോ n is equal to 895 divided by 5 which is equal to 179. അപ്പോൾ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടി. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് SN ആണ്. നമുക്ക് ഈ 3 കാര്യങ്ങൾ വേണം. എയും ഡിയും നമുക്ക് എളുപ്പത്തിൽ കിട്ടും, n കുറച്ച് കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ കിട്ടും. n ഈക്വൽ ടു 179. അപ്പോൾ a 105, d 5, n ഈക്വൽ ടു 175. സോ SN ഈക്വൽ ടു n by 2 2a plus n minus 1d, that's equal to 179. 2 into 105 plus 179 minus 1 into 5. n by 2, 179 by 2, 2 into 105 plus n minus 1, 175 minus 1 into 5. Okay, ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. 179 by 2. So 179 by 2 1100 വരും. കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്തോളൂ. 98450. So answer is 98450.